സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാണ്. ഇന്ന് പകൽ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. ഇനി കർത്താവിൻ്റെ കൃപയാൽ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൻ്റെ മധ്യേ അത് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസ്ഥനിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു വിടുതൽ, ഒരു പൂർണ്ണമായ ഒരു മറുപടി ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്കായി വഹിക്കുന്നത്. അത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വവും ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിയും. കർത്താവിൻ്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. പലപ്പോഴും പലർക്കൊരു തെറ്റിദ്ധാരണ, ഉപവാസം ഇരിക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. ഒരിക്കലുമല്ല. ഉപവാസം ഇരിക്കുന്നത് നമുക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടിയല്ല നമ്മൾ ഉപവാസം ഇരിക്കുന്നത്. നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി, ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാനും ആരോഗ്യം ലഭിക്കുവാനും വേണ്ടി ഇരിക്കുന്നത് പോലാണ് നമ്മൾ ഉപവാസം ഇരിക്കുന്നത്. ദൈവമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം കൂടുവാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപവാസം ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന രീതിയിലൊരു പ്രാർത്ഥനയല്ല. ചില വിഷയങ്ങൾ നമ്മൾ ദൈവത്തിനകത്ത് വരും. അപ്പം നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യും? കൂടുതൽ അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവാസം ഇരിക്കും. ഉപവാസം ഇരിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യും? കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. ദൈവത്തിന് അപ്പോഴും ആ വിഷയത്തിനകത്ത് നമ്മളോട് എന്ത് ചെയ്യും? ഒരു ദയ ഉണ്ടാവും, മനസ്സിലുണ്ടാവും. അപ്പോൾ ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യവും ആര് നടത്തി തരും? കർത്താവ് നമുക്ക് നടത്തി തരും. ഇന്ന് പകലും പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തോട് യാചിക്കുന്ന ഏത് വിഷയത്തിനകത്തും ഒരു മറുപടിയുണ്ട്. നിങ്ങളെ നിന്ദിച്ചവരുടെ വേണ്ടി, പരിഹസിച്ചവരുടെ വേണ്ടി, അപമാനിച്ചിട്ടവരുടെ വേണ്ടി ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ കർത്താവായ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ടാകും. ചില പ്രതികൂലങ്ങൾ ക്രിസ്തുവിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് മുഖാന്തരമായത് ചില പ്രതികൂലം വന്നപ്പോഴും. അപ്പോൾ ആ പ്രതികൂലങ്ങളെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ആരടുത്ത് വന്നത്? കർത്താവിൻ്റെ അടുത്ത് വന്നത്. അതൊരു മുഖാന്തരമാണ്. കർത്താവിനെ അറിയാനൊരു മുഖാന്തരമായിരുന്ന പ്രതികൂലം. പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതികൂലം നമ്മളല്ല അനുഭവിക്കുന്നത്, അത് കർത്താവ് അങ്ങ് ഏറ്റെടുക്കും. കർത്താവ് ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെടും. കർത്താവ് ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ആര് മാറണം? നമ്മൾ ഓരോ ദൈവമക്കളും മാറുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായി ആ പ്രതികൂലത്തെ ആര് മാറ്റിത്തരും? കർത്താവ് മാറ്റിത്തരും. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിനകത്തൊരു വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഞാൻ നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ സകലവിധ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തു നിമിത്തം നമ്മൾ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അപമാനപ്പെടുകയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെപ്പറ്റി നമ്മളെ മേളിൽ ആരോപിച്ച്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ കാണുകയും ആ രീതിയിൽ പറഞ്ഞു വരുത്തുകയും ചെയ്യുന്നെങ്കിൽ നമ്മളെ ദൈവം പറയുക ഭാഗ്യവാന്മാരാണ്. കാര്യം എന്തുവാ? കർത്താവ് യേശു ക്രിസ്തു നിമിത്തമാണ് ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് എന്നോട് പറഞ്ഞു ഇന്നത് എൻ്റെ ദൈവം എനിക്ക് തരാമെന്നൊരു ദൂത് പറഞ്ഞു. ആ ദൂത് നിമിത്തമാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന ദൈവവചനം പറയുന്നത്. കാര്യം അങ്ങനെയുള്ളവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവം നിമിത്തം നിങ്ങൾ എന്തെങ്കിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ ഭാഗത്ത് വന്നു, ഞാൻ ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പോലും എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലില്ല എങ്കിൽ പോലും, ആ വിടുതലില്ലായാലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി ക്രിസ്തു എന്ത് നിങ്ങളെ വിടുവിക്കും. അതിനാണ് ഈ വാക്യം പറഞ്ഞത്: ക്രിസ്തു നിമിത്തം നിന്ദയോ പരിഹാസമോ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരാ. ആര് നിമിത്തം അനുഭവിക്കുന്നത്? ക്രിസ്തു നിമിത്തമാണ്. അവരെ ഒരിക്കലും ആരെ കൈവിടത്തില്ല, കർത്താവ് കൈവിടത്തില്ല. അടുത്തത് പറയുന്നു, അങ്ങനെയുള്ള വ്യക്തികൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതികൂലം ആണെങ്കിൽ ആ പ്രതികൂലം അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ പ്രതിഫലം വലുതാ?
സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചത്. നിങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകന്മാരെ, ദൈവത്തിന് വേണ്ടി നിന്ന ദൈവമക്കളെ എല്ലാം അവരെങ്ങനെയായിരുന്നു? അങ്ങനെയായിരുന്നു ഉപദ്രവിച്ചത്. അവരെല്ലാം ഇന്ന് എന്തുവാ? ഭാഗ്യവാന്മാരാണ്. കാര്യം എന്തുവാ? ഈ ഭൂമിയിൽ അവർ നിന്ദിക്കപ്പെട്ടപ്പോൾ, പരിഹസപ്പെട്ടപ്പോൾ അവർക്ക് എവിടെ വാതിൽ തുറന്നു? സ്വർഗത്തിൽ അവർക്ക് വാതിൽ തുറന്നു. ആ സ്വർഗത്തിൽ അവരുടെ പേരെഴുതപ്പെട്ടു. അവർ സ്വർഗത്തിൽ അംഗമായി തീർന്നു. അവരെ കുറിച്ച് പറയുക, അവരെ എന്തുവാ? ഭാഗ്യവാന്മാർ. അടുത്തത് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിക്ക് പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന്റെ സ്വാദ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഏതിനെ കൊണ്ട് ഉപ്പ് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുന്നതല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന ഓരോ വേദനപ്പെടുമ്പോഴും, ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുമ്പോഴും, ക്രിസ്തുവിന് സ്വർഗത്തിൽ നിങ്ങളുടെ പദവി എന്തുവാ? കൂടുക ചെയ്യുന്നു. ക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്തുവാ? കൂടുക ചെയ്യുന്നു. ക്രിസ്തുവിന് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാധാന്യപ്പെട്ടവരാകുന്നു. അപ്പം നിശ്ചയമായി നിങ്ങളുടെ വിഷയത്തിനകത്ത് ആരും പരിഹാരം നൽകും? കർത്താവ് പരിഹാരം നൽകും. നിങ്ങൾ ഭൂമിയിൽ വിലപ്പെട്ടവരാണ്. ഭൂമി നിങ്ങളെ നിർത്തിയിരിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിനും സ്വർഗത്തിലും ഭൂമിക്കും വിലപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ മാനിക്കും. അടുത്ത പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നേരത്തെ പറഞ്ഞു ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങളെന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തെ പറയുക, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണത്തിനൊന്നും മറന്നിരിക്കുവാൻ കഴിയുകയില്ല. വെളിച്ചം നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറന്നിരിക്കുവാൻ കഴിയത്തില്ല. ആ രീതിയിൽ ആര് മാനിക്കും? ദൈവം നിങ്ങളെ മാനിക്കും. ഇന്ന് പ്രിയ നിങ്ങളെ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ സ്തോത്രം, ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ദൈവം ആരംഭിക്കുവാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ബദൽ വർഷിപ്പ് സെന്ററിനകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന ആരംഭിച്ചത്. ചില മിനിറ്റുകൾ മാത്രമേ നമ്മൾ ഇതിനെ ചെലവഴിക്കുന്നു. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിഷയം എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് മാരാരോഗമാവാം, അല്ലെങ്കിൽ നിങ്ങളെ കടഭാരമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ തകർച്ചയാവാം, അല്ലെങ്കിൽ ഏത് വിഷയമാവാം, ഏത് വിഷയത്തിനകത്ത് പരിഹാരം ഒരിടത്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ. ആരടുത്ത് മാത്രമാണ്? യേശുക്രിസ്തുവിന്റെ പക്കൽ മാത്രമേ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്കല നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ഒരു സേഫ്റ്റിയായ, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിളായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമായൊരു വലയമുണ്ട്. ആ വലയത്തിനകത്ത് നിൽക്കുന്ന കാലത്തോളം നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾ നിശ്ചയമായി അനുഗ്രഹമാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന അമികാലിലെ ചില വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും, ഈ സഭയ്ക്കകത്തുള്ള ഓരോ ദൈവമക്കൾക്കും, അവരുടെ തലമുറകൾക്ക്, അവരുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം ശക്തമായി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമേ, ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ശക്തമായി പ്രാർത്ഥിച്ചു എന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകല് ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയായി ദൈവം ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കർത്താവ് ഇന്ന് തരുവാനുണ്ട്, നിങ്ങൾക്കായി തരുവാനുണ്ട്. ഒരു സ്പെഷ്യൽ എന്ന് പറയുന്ന വാക്ക് തന്നെ സാധാ രീതിയിലുള്ളതല്ല. ഒരു സ്പെഷ്യലായിട്ട് എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സ്പെഷ്യൽ നന്മ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുക. ഇന്ന് പ്രിയ ദൈവമക്കളെ, ജോലിക്കായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബം, ഇന്ന് പകല് കർത്താവ് നിങ്ങളുടെ ജോലിക്കായി ദൈവം വഴി തുറക്കാം. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, എനിക്കായി ചില ജോലി ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുക. ചില നന്മ എല്ലാ പ്രതിമാസവും എൻ്റെ കരങ്ങളിൽ വരുന്ന രീതിയിലേക്ക് ദൈവം എന്നെ മാനിക്കാൻ പോകും. എന്നെ ദൈവം മാനിച്ചാൽ ഞാൻ ദൈവത്തെ മാനിക്കും. എൻ്റെ ദൈവം എന്നെ മാനിക്കുന്ന അനുസരിച്ച് ഞാൻ ദൈവത്തിനെ വിശ്വസ്തനായിട്ടിരിക്കും. ഇത് നിങ്ങൾ ഉറപ്പോട് തീരുമാനമെടുത്തോ. നിങ്ങൾക്ക് തരുന്നതിലെല്ലാം ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ വിശ്വസ്തരാകും. ഇന്ന് നിങ്ങൾക്ക് ആ ജോലി ഒരുക്കാൻ പോകുക. അതിൻ്റെ തടസ്സങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ പോവുക. നിങ്ങളെ കുടുംബം ഉയരത്തില്ലെന്ന് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിനകത്ത് നന്മ വരില്ലെന്ന് പറഞ്ഞു, നിങ്ങളെ തകർക്കുമെന്ന് വാദിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവം തകർത്ത് മാറ്റാൻ പോകുക. വിശ്വസിക്കെ, നിങ്ങളെ ജോലിക്ക് ദൈവം ഒരു മറുപടി തരാൻ പോവുക. നിങ്ങളെ ജോലി കാര്യത്തിനകത്ത് ദൈവം ഒരു മറുപടി തരാൻ പോവുക. നിങ്ങളൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയത്തിനകത്ത് ഭൂമിയിൽ ഒരിടത്ത് നിങ്ങൾ നിന്ദിക്കപ്പെടാൻ, പരിഹസപ്പെടാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല.
കാര്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയിലെ വെളിച്ചമാകുന്നു. ദൈവമേ കർത്താവേ, പട്ടണത്തിന് വെളിച്ചത്തിന് വേണ്ടി പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. അതേപോലെ നിങ്ങൾ മറഞ്ഞിരിക്കുവാൻ, ഒരു നിന്ദാപാത്രമായി പരിഹാസപാത്രമായി ഇരുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുക. മലകൾ മേലിരിക്കുന്ന പട്ടണം മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് കാണുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ദേശത്തിനകത്ത്, നിങ്ങളെ ഭവനത്തിനകത്ത് മാനിക്കാൻ പോവുക. നിങ്ങളെ ഭവനത്തെ മാനിക്കാൻ പോവുക. ജോലിയില്ലാത്ത സഹോദര സഹോദരി, ഇന്ന് ദൈവം നിനക്കൊരു മറുപടി തരാൻ പോവുക. മാസം നിനക്കൊരു മറുപടി തരാൻ പോവുക. മാസം ഒരു വരുമാനം നിന്റെ കരങ്ങളിൽ തരാൻ പോവുക. അതിനകത്ത് വിശ്വസ്തയോട് നിൽക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഇരട്ടിയാക്കാൻ പോവുക. ഒരു നന്മ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കാൻ പോവുക. ഭവനമില്ലാതെ നീ വേദനിക്കുന്നുവെങ്കിൽ നിനക്കൊരു ഭവന ദൈവം തരാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ, നീ എല്ലായിടത്തും ഒരു പരിഹാസമായി നിന്നയായി നീ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പ്രിയ ദൈവമേ, നിന്റെ ചോദ്യചിഹ്നം എടുത്ത് മാറ്റാൻ പോവുക. നിന്റെ കണ്ണുനീരിനും നിന്റെ എതിരെ സംസാരിക്കുന്ന മുൻവിധിക്കകത്തും നിനക്കൊരു മറുപടി തരാൻ പോവുക. നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു പരിഹാരം നൽകാൻ പോവുക. ഈ 2024 ഈ 8ാം മാസത്തിനകത്ത് ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ, ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്ക് സാക്ഷ്യം പറയുവാനുണ്ട് എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ എനിക്ക് ഇതിനകത്ത് സാക്ഷ്യം പറയാനുണ്ട്. കമന്റായി എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ ആ പ്രാർത്ഥന പൂർണ്ണമായി ഏറ്റെടുത്തു. എന്റെ യേശു എന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നു. എന്റെ കഷ്ടമെടുത്തു മാറ്റി എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഇന്ന് നീ കടഭാരത്താൽ ഭാരപ്പെടുക. എനിക്ക് വേറെ ഒരു സോഴ്സും ഇല്ല, എനിക്ക് വേറെ ഒരു വഴിയുമില്ല, എന്റെ കടമ എങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ യേശു കർത്താവ് പറയുക, അതിനു വേണ്ടി നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുക. സ്വർഗത്തിൽ നിനക്ക് അവകാശമുണ്ട്. നീ ഭൂമിയിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ട് ആ സ്വർഗത്തിൽ നിന്റെ പദവിയുടെ ഉയർച്ച കൂടുന്നുവെങ്കിൽ ആ സ്വർഗം നിനക്കായി തുറക്കാൻ പോവുക. ദൈവം നിന്നെ മാനിക്കാൻ പോവുക. നിന്റെ എല്ലാ ഊരാക്കുടുക്കുകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുറവുകളുമുണ്ട്, നിന്റെ വീഴ്ച കൊണ്ടാണ് നിനക്ക് കടഭാരം വന്നത്. അല്ലെങ്കിൽ സ്തോത്രം, ദൈവത്തെ വിട്ട് നീ ലോകപ്രകാരമായ ലോകചിന്ത പ്രകാരം ജീവിച്ചതുകൊണ്ടാണ്. കർത്താവേ, എന്റെ കടഭാരം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇനി ലോകപ്രകാരം ജീവിക്കത്തില്ല, ജഡപ്രകാരം ജീവിക്കത്തില്ല, ലോകത്തിന്റെ ഉപദേശപ്രകാരം ഞാൻ ജീവിക്കത്തില്ല. ഇന്ന് പകൽ നീ തീരുമാനമെടുക്ക്. ദൈവമേ കർത്താവേ, ഇനി എനിക്ക് എന്തെങ്കിലും തന്നാൽ അതെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോട് ഞാൻ ജീവിക്കും. കർത്താവിന്റെ സന്നിധി ഞാൻ ഒരു വിശ്വസ്ത പാലനായിത്തീരും. സഭയ്ക്കകത്ത് ഞാൻ വിശ്വസ്തനായിത്തീരും. ദേശത്തിനകത്ത് ഞാൻ വിശ്വസ്തനായിത്തീരും. എവിടെ ചെന്നാലും ഞാൻ ക്രിസ്തുവിനെ ഉയർത്തി ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. എവിടെ ചെന്നാലും ഞാൻ ക്രിസ്തുവിനെ ഉയർത്തും. അപ്രകാരം ഞാൻ ജീവിക്കും. അപ്രകാരം ഇന്ന് പകൽ നീ തീരുമാനമെടുക്കും. നിനക്ക് ജോലി ലഭിച്ചാൽ, നിന്റെ കുടുംബത്തിനകത്തൊരു നന്മ വന്നാൽ, അത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ വേണ്ടി എന്റെ കർത്താവ് എനിക്ക് തന്നതാ. ആ പൂർണ്ണ ബോധത്തോടെ നീ വിശ്വാസത്തോട് ക്രിസ്തുവിനെ സന്നിധി തീരുമാനമെടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ ക്രിസ്തു എടുത്ത് മാറ്റി ചില നന്മകൾ നിന്റെ കരങ്ങളിലേക്ക് തരാൻ പോവുക. ഇന്ന് ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇന്ന് നിന്റെ കുടുംബത്തെ ദൈവം തൊടാൻ പോവുക. ദൈവം നിനക്കായി വഴി തുറക്കാൻ പോവുക. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, തലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബം യേശുവിന്റെ ആണെങ്കിൽ നിന്റെ തലമുറ നോക്കേണ്ടത് യേശു കർത്താവാ. നിന്റെ തലമുറ നിന്റെ കുടുംബത്തെ നോക്കേണ്ടത് യേശു കർത്താവാ. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ തലമുറയുടെ കാര്യത്തെക്കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട. നീ തലമുറയെക്കുറിച്ച് കരയുന്ന ഓരോ വിഷയത്തിനകത്തും യേശു മറുപടി തരാൻ പോവാ. നിന്റെ തലമുറ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തലമുറയെ ദേശത്ത് മാറിക്കും. നിന്റെ ബന്ധുമിത്രാദികളുടെ മധ്യയിൽ, നിന്റെ ദേശനിവാസികളുടെ മധ്യയിൽ നിന്റെ തലമുറ ഒരു സംസാര വിഷയമായി, ഒരു അപമാന വിഷയമാക്കത്തില്ല. അവരെല്ലാവരും പിടി സംസാര വിഷയമാവും. എങ്ങനെ യേശു ക്രിസ്തു അവരെ ഉയർത്തിയതെ കുറിച്ച് അവൾ ദൈവത്തിന്റെ വചനവും എടുത്തിറങ്ങി. അവൻ ആ ദൈവത്തിന്റെ വചനവും എടുത്ത് ഭവനത്തിനകത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ബൈബിളും എടുത്ത് ഇറങ്ങിയത് കൊണ്ട് അവന്റെ തലമുറ അനുഗ്രഹപ്പെടുമെന്ന് ദേശത്ത് പറയുന്ന രീതിയിൽ നിന്റെ തലമുറ അനുഗ്രഹപ്പെടാൻ പോവുക. ഇന്ന് പ്രിയ ദൈവമക്കളെ, നിനക്ക് ക്യാൻസർ ആവട്ടെ, അല്ലെങ്കിൽ നിനക്ക് മാരാരോഗമാവട്ടെ, അപ്പാ പിതാവേ ഞാൻ മെഡിസിൻ കഴിച്ചു, എനിക്ക് വിടുതലില്ല, ഞാൻ ഡോക്ടറെ കാണാൻ പോയി, എനിക്ക് വിടുതലില്ല, ഇന്നെല്ലാത്തിനു മേലും മറുപടി നൽകുന്ന ഒരു യേശു നിന്റെ കരങ്ങളിൽ തൊടാൻ പോവുക. നിന്റെ ഉച്ചി മുതലുള്ള കാല് വരെയുള്ള നിന്റെ രോഗബന്ധനങ്ങൾ അഴിയാൻ പോവുക. നിന്റെ കാലിന്റെ വേദന മാറാൻ പോവുക. നിന്റെ മുട്ടുവേദന മാറാൻ പോവുക. നിന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറാൻ പോവുക. ശ്വാസം മുട്ടുന്ന അവസ്ഥ മാറാൻ പോവുക. നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ യേശു ക്രിസ്തു അഴിച്ചു മാറ്റാൻ പോവുക. വൈദ്യനായ കർത്താവ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം,
മരിച്ച് നാറ്റം വെച്ചവനെ 4-ാം ദിവസം കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, പിതാവിന്റെ നാമം അവിടെ മഹത്വപ്പെടുത്തിയതുപോലെ, ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗബന്ധനം നിന്റെ ശരീരത്തിന് അഴിയട്ടെ. ഏത് രോഗമാവട്ടെ, നിന്റെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ നീ അത് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ നീ യേശുക്രിസ്തുവിലേക്ക് സമർപ്പിച്ചു കൊടുക്ക്. അടിപ്പിണരായുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്ക്. അപ്പ അടിപ്പിണരായ മുറിവേറ്റ കാൽപാദത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്ക്. ആ 3 ആണിമേൽ തൂങ്ങി എന്റെ പാപവും ശാപവും കഴുകിക്കളയുവാൻ, എന്നെ ശുദ്ധീകരിച്ച് എന്നെ ദൈവവൈതലാക്കുവാൻ വേണ്ടി എല്ലാം സഹിച്ച എന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക്, ആ മുറിവേറ്റ പാദപീഠത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകല് എന്റെ വേദന മാറ്റാൻ പോവുക, എന്റെ രോഗം മാറ്റാൻ പോവുക. നിന്റെ ശരീരത്തിന് അടങ്ങിയിരിക്കുന്ന സകല നാഡീ നരമ്പനെ വെച്ചിരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കാൻ പോവുക. ഇന്ന് വിശ്വസിക്ക്, ദൈവത്തിന്റെ ഹീലിംഗ് ഇന്ന് പകല് നിന്നെ തൊടാൻ പോവുക. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ കരം തൊടാൻ പോവുക. ഇന്ന് നീ സാക്ഷ്യം പറയാൻ പോവുക. ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്ത് നീ എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ പോവുക. എന്റെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ മാറി. എന്റെ ശരീരത്തിനകത്ത് വയറുവേദന അടിക്കടി കൊണ്ടുവരുന്ന എന്റെ വയറുവേദന, അടിക്കടി കൊണ്ടുവരുന്ന എന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ, ശ്വാസം മുട്ടൽ, അപ്പാ പിതാവേ എന്റെ ശരീരത്തിനകത്ത് അപ്പാ പിതാവേ അപ്പാ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുക, അതെല്ലാം കുറയുമ്പോൾ നോർമൽ ആക്കാൻ പോവുക. നിന്റെ ശരീരത്തിനകത്തുള്ള ഏതെല്ലാം രോഗബന്ധനമുണ്ട് അതെല്ലാം ഇന്ന് നോർമലിലേക്ക് ആക്കാൻ പോവുക. നീ ജനിച്ചപ്പം മുതൽ നിന്റെ ശരീരത്തിനകത്തുള്ള രോഗബന്ധനം വരെ അഴിക്കാൻ പോവുക. അപ്പൊ ജന്മനാൽ ഉള്ളവരെ നിന്റെ അവസ്ഥ മാറ്റാൻ പോവുക. ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ഉള്ളം കാലിന്മേൽ ദൈവത്തിന്റെ കരം തൊടാൻ പോവുക. നിന്റെ കാലിന്മേൽ ആരോഗ്യം പകരാൻ പോവുക. നിന്റെ ശരീരത്തിന് ആരോഗ്യം പകരാൻ പോവുക. ഈ യേശുവിന്റെ ഹീലിംഗ് ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, ഇന്നിരിക്കുന്നിടത്ത് പാർട്ടിയില് ദൈവത്തിന് നീ സാക്ഷിയാവാൻ പോവുക. ഞാൻ ഇന്നു മുതൽ ദൈവസ്ഥാനി സാക്ഷ്യം പറയാൻ പോവുക. എനിക്ക് എന്റെ ദൈവം വഴുതൽ തന്നാൽ, എന്റെ ദൈവം എന്നെ അത്ഭുതം എന്റെ ദൈവത്തിനകത്ത് ദൈവം ചെയ്താൽ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സാക്ഷിയായി നിൽക്കും. എന്റെ കർത്താവിന് വേണ്ടി എവിടെ പോയാലും ഞാൻ സാക്ഷിയായി തീരും. എവിടെ പോയാലും എന്റെ യേശുവിനെ ഞാൻ ഉയർത്തും. ഇന്ന് നീ തീരുമാനമെടുക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി നീ ഒരുക്കപ്പെടുവാൻ തയ്യാറാവുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി നീ തയ്യാറപ്പെടുന്നുവെങ്കിൽ ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവം നിന്നെ തുടർന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കൾ പേരും, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത്, ഇന്ന് നിങ്ങളെ ശരീരം എന്ന് പറയുന്ന അപ്പാ പിതാവേ ആ മൺകൂടാരത്തിനകത്ത് ഇന്ന് വെളിപ്പെടാൻ പോവുക. നിങ്ങളെ വിഷയത്തിനകത്ത് മറുപടി തരാൻ പോവുക. ആശ്വാസം നൽകാൻ പോവുക. നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുക. സാക്ഷ്യം പറയാൻ പോവുക. ഞാൻ കമന്റ് ബോക്സിൽ സാക്ഷ്യം പറയും. ആ രീതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരും. ഞാൻ എന്റെ പേര് പറഞ്ഞ് സാക്ഷ്യം പറയും. ഞാൻ എന്റെ യേശുവിനെ ഉയർത്താൻ പോവുക. ആ രീതിയിൽ ഇന്ന് പകലത്തെ ഈ പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹമായെന്ന് പറയേണ്ടത്. 164 പേർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഈ ബദേൽ സെന്ററിനകത്ത് ദൈവമേ കർത്താവേ, ഇന്ന് ദൈവം തൊടാൻ പോവുക. ഈ 164 പേരെ ദൈവം തൊടാൻ പോവുക. ഇത് കാണുന്ന വ്യൂവിനകത്ത് ഓരോ പ്രാർത്ഥനകൾ കാണുന്നവർ, ഇന്ന് ഏറ്റെടുക്കുന്നവരാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ തൊടാൻ പോവുക. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സന്നിധി സറണ്ടർ ആവുന്നെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളെ തൊടാൻ പോവുക. ഈ ബദേൽ വർഷിപ്പ് സെന്ററിനെ ദൈവം തൊടാൻ പോവുക. ഇതിൽ കടന്നു വരുന്ന ഓരോ ദൈവമക്കളെ ദൈവം തൊടാൻ പോവുക. അവരുടെ വിഷയങ്ങളെ ദൈവം തൊടാൻ പോവുക. സഹോദരിമാരെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം തൊടാൻ പോവുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം തൊടാൻ പോവുക. കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം തൊടാൻ പോവുക. നിങ്ങളുടെ വേദനകളെ എടുത്ത് മാറ്റാൻ പോവുക. വിശ്വസിക്ക്, ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്ത് ഞാനൊരു സാക്ഷിയാവും. ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്. എൻ്റെ പിതാവിനൊരു വിടുതലുണ്ട്. എൻ്റെ മാതാവിനൊരു വിടുതലുണ്ട്. എൻ്റെ ഭാര്യയ്ക്കൊരു വിടുതലുണ്ട്. എൻ്റെ ഭർത്താവിനൊരു വിടുതലുണ്ട്. രക്ഷിക്കപ്പെടാത്തവരുണ്ട്, രക്ഷിക്കപ്പെടാത്ത യേശു ക്രിസ്തുവിനെ രുചിച്ചറിയട്ടെ. ഇന്ന് രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പ്രതികൂലങ്ങൾ അഴിയട്ടെ. ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരം തുറക്കാം. ദൈവത്തിന്റെ ഹീലിംഗ് വെളിപ്പെടാട്ടെ. ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാട്ടെ. ഈ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രാർത്ഥനയുടെ സാക്ഷ്യം വെളിപ്പെടാട്ടെ. ഈ പ്രാർത്ഥനയുടെ സാക്ഷ്യം വെളിപ്പെടാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവജനത്തിനകത്തും ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുതങ്ങളും അടയാളത്തോടും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുന്ന സ്തോത്രം. കർത്താവേ, ഈ സ്പെഷ്യൽ പ്രാർത്ഥന ദൈവമേ കർത്താവേ, ഓരോ കുടുംബത്തിലും ഒരു അനുഗ്രഹമാവട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും ഒരു അനുഗ്രഹമാവട്ടെ. ഇത് കേൾക്കുന്ന ഓരോ കുടുംബത്തിലും ഒരു അനുഗ്രഹമാവട്ടെ. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഏത് ഭാരമാവട്ടെ, ആ ഭാരത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥന ഇന്ന് പകലൊരു മറുപടിയുണ്ട്.
കൃപയാൽ നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന കർത്താവിന്റെ ഹിതമെങ്കിൽ സ്തോത്രം. ദൈവത്തിന്റെ ഹിതപ്രകാരം തുടങ്ങിയ പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ ഹിതമാണ്. എല്ലാം വെള്ളിയാഴ്ചയും ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടാവും. ഈ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ പ്രാർത്ഥനയ്ക്കകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുടുംബത്തിനും ദൈവത്തിന്റെ ഒരു വലിയ വിടുതലും വലിയൊരു മെറുക്കലും കർത്താവ് ചെയ്യും. കാര്യം ഇത് മാനുഷിക ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. ഈ ചിന്ത ആത്മീയ ചിന്തയായിട്ടാണ് വന്നത്. ഇതിനകത്ത് സകല മാനവ മഹത്വവും ദൈവത്തിനാണ്. ഏതെങ്കിലും വർഷം സെന്ററിനോ അല്ലെങ്കിൽ സ്തോത്രം ഈ പ്രാർത്ഥിക്കാൻ ലീഡ് ചെയ്ത അമികാല സ്തോത്രം എനിക്കും അല്ല. ഇതിനകത്ത് സകല മാനവ മഹത്വവും കർത്താവ്. നിങ്ങളെ വിടുവിക്കുന്നെങ്കിൽ കർത്താവ് വിടുവിച്ച്, നിങ്ങളെ അനുഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് അനുഗ്രഹിച്ച്. അപ്പോൾ സകല മാനവ മഹത്വം ആർക്ക് കൊടുത്തോണം? ക്രിസ്തുവിന് കൊടുത്തോണം. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ അവസാനം വരെ ഉറച്ചു നിന്നോ. കാര്യം നിങ്ങളെ സാധ്യമാക്കിയതും നിങ്ങളെ വിടുവിച്ചതും അനുഗ്രഹിച്ചതും എല്ലാം യേശുവാണ്. അപ്പോൾ യേശുവിന്റെ സന്നി എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിശ്ചയമായി നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. അല്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ദൈവസനി വരല്ലേ. ആമേൻ. കാര്യം സാധിച്ച് വിടുതൽ തന്നു ദൈവത്തിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി ജീവിച്ചോളൂ. വിടുതൽ തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണ ബോധത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായി കർത്താവിന്റെയും അനുഗ്രഹിക്കും. സ്തോത്രം. അതുപോലെ ഈ സഭയിലെ ഓരോ ദൈവമക്കളെയും അനുഗ്രഹിക്കും. അവരിയ്ക്കുന്ന ഓരോ സ്ഥാനത്തും അവരെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൂത് ദൈവം നിവൃത്തിയാക്കും. നിങ്ങൾ മാറിയാലും ദൈവം മാറത്തില്ല. നിശ്ചയമായി ദൈവം ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു പകലിനെ ദൈവം തന്നതിനായി സ്തോത്രം. നമ്മളെ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് ഞാൻ ദൈവം നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ